അത് കേൾക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിലെ ചില ആൾക്കാർ അത് ശരിയാ, ഈ അത് ശരിയാന്ന് പറയേണ്ടത് എല്ലാത്തിനും ഓരോ ഷെറിനുള്ള നമ്മളെ കാത്തിരക്ഷിക്കും. ഭയങ്കര ഷെറ് ഓരോ കോട്ട. അത് ശരി, ഏത് ശരിയാണ്? ഇത് ശരിയാന്ന് പറയും. എൻ്റെ അടുത്ത് എന്ത് വിവരാണ്? എല്ലാത്തിനും ഒന്ന് ശരി വെക്കലാണ്. ഒരു മൗലിദിന്റെ സദസ്സിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കാം. ബാപ്പ മരണപ്പെട്ട ഒരു ആണ്ടിന് മൗലിദ് ഓതാൻ നിൽക്കാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് കാത്തു നിന്ന് മൗലിദ് കിതാബെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പുയ്യാപ്പളയും മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അല്ല മൗലിദ് വേണം, നമുക്ക് യാസീൻ പോരെ. അപ്പൊ കുറച്ചാളിങ്ങനെ പുയ്യാപ്പളയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാളിങ്ങനെ ഉണ്ടാണ്ട്. അപ്പൊ പുയ്യാപ്പളുടെ വക പിന്നെ അല്ലെങ്കിലും മൗലൂദും യാസീനും വെച്ച് യാസീൻ തന്നെയല്ലേ നല്ലത്. അപ്പഴാ അത് ശരിയാ. അപ്പൊ നോക്കി അത് ശരിയാ, ഏത് ശരിയാന്ന് പറഞ്ഞു. അപ്പൊ പുയ്യാപ്പളക്ക് മൗലൂദും യാസീനും വെച്ച് ഏതന്നെയല്ലേ? യാസീൻ തന്നെ. അപ്പൊ കുറെ ആൾക്കാർ അത് ശരിയാ, അല്ല ശരിയല്ലേ? അപ്പൊ കുറച്ചാൾക്കാർ അങ്ങനത്തെ ഒരു വഹാബിയൊന്നും അല്ല. അങ്ങനത്തെ ഒരു വഹാബിയാണെങ്കിൽ യാസീനും വേണ്ടാന്നല്ലേ പറയാ, അല്ലേ? ഇത് ഇവർക്കറിയോ ഈ പുയ്യാപ്പള വന്നത് എന്തിനാ? ഇത് പണ്ട് ഇയാൾ ചായ ചോദിച്ച പോലെ ചായ ചോദിക്കാറില്ല ഒരാൾ വരക്ക് വരുമ്പോൾ. അല്ലടോ ചൂടുവെള്ളം എൻ്റെ ഇവിടെ നല്ലോണം അങ്ങ് താഴ്ത്തിച്ചാട്ടെ, ലേശം പൊടിയാ കൂട്ടിയ. അല്ല ഇവിടെ പാലില്ല, കുറച്ച് പാലും കുഴിച്ച് ചൂടുവെള്ളം ചോദിച്ചിട്ട് ചായ ആക്കുന്ന ചില ആൾക്കാർ. എന്ന പോലെ ഈ കൊല്ലം മൗലിദ് വേണം, അടുത്ത കൊല്ലം യാസീമാണ്, പിറ്റത്തെ കൊല്ലോ ദുആയിമാണ്. 3 കൊല്ലം കൊണ്ട് പുയ്യാപ്പള ആ പേര മുഴുവനും വഹാബിയാവും. ഇത് ശരിയാന്ന് പറയാൻ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ എല്ലാത്തിനും ശരി വെക്കാൻ വിവരം വേണം. നിങ്ങളും സ്വീപ്പായോ? മൗലൂദ് യാസീനോ ചേതാനല്ലേ? നിങ്ങളും കൂടി കേൾക്കില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. എടോ മൗലൂദും യാസീനും ചേതാ നല്ലത്? അത് യാസീനാന്നുള്ളത് പാലിക്കുന്ന തർക്കമുണ്ടോ? എല്ലാവർക്കും അറിയാം. എല്ലാറ്റിലും ശ്രേഷ്ഠമായത് ഏതന്നെയാണ്? ഖുർആൻ തന്നെയാണ്. അതിൽ പാർക്ക് തർക്കമല്ലല്ലോ. ശരി, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അത്തയ്യാത്ത് യാസീനെ വെച്ച് ഏറ്റവും നല്ലത് ഏതാ? അല്ല, നിങ്ങളങ്ങനെ വിട്ടാ പറ്റി. അത്തയ്യാത്ത് യാസീനെ വെച്ച് ഏറ്റവും നല്ലത് ഏതാ? അത്തയ്യാത്തല്ലേ? അതോ യാസീനോ? ഏതാണ്ട് വജ്ജത്തും കുല്ലു അല്ലാഹു വെച്ച് ഏറ്റവും നല്ലത് ഏതാ? കുല്ലു അല്ലാഹു. എന്നാ പിന്നെ നിങ്ങൾ അല്ലാഹു അക്ബർ, കുല്ലു അല്ലാഹു അഹദ്, അല്ലാഹു സമദ് വജ്ജത്ത് വേണ്ട? അല്ല യാസീനും അത്തയ്യാത്ത് വെച്ച് യാസീൻ തന്നെയല്ലേ അല്ലേ? എന്നാ പിന്നെ യാസീൻ ഒരു ഖുർആനിൽ ഹക്കീം, അത്തയ്യാത്ത് വേണ്ട, യാസീൻ മതി. നമ്മൾ ഓരോരാളുകളെ ചോദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാലും ഭയങ്കര ചോദ്യം തന്നെ. മക്കത്തേക്ക് ഹജ്ജിന് പോകുന്ന ആൾക്കാരെ വിശ്വാസാക്കുന്ന ഒരു ചോദ്യം അല്ലേ? അല്ലടോ, മക്കത്തല്ലേ 1 ലക്ഷം ഉള്ളത്? മക്കത്തല്ലേ ഇതുള്ളത് 1 ലക്ഷം ഉള്ളത്? ഈ 1 ലക്ഷം ഉള്ളതും വിട്ടിട്ട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോണത്? എന്നാ പിന്നെ മക്കത്തെ 1 ലക്ഷം വിട്ടിട്ട് എന്തിനാ അറഫിൽ പോണത്? അത് തിരിച്ചു ചോദിക്കാൻ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർക്ക് കഴിയണില്ല. അത് ശരിയാ, ഏത് ശരിയാ? എല്ലാത്തിനും ശരിവെക്കാൻ നിൽക്കാം. വഹാബിസത്തിനും ബിദ്അത്തിനും ഒക്കെ നമ്മൾ ശരിവെക്കലോണ്ട് നമ്മൾ ഏണി വെച്ചു കൊടുക്കാൻ പാടുണ്ടോ? എത്ര മുഅ്മിനീങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ്. പണ്ടൊരാൾ മക്കത്ത് ഹജ്ജിന് പോയി, അയാളെ കൂടണ്ടേന്നൊക്കെ, അയാളൊരു അറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ്. അപ്പൊ അയാളോട് പറഞ്ഞ്, സാറി എന്തിനാ മദീനത്ത് പോണത്? ഇവിടെ അല്ലേ 1 ലക്ഷം ഉള്ളത്, അതുകൊണ്ട് മദീനത്ത് പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അയാൾ ചോദിച്ച്, ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് ആരാ പറഞ്ഞതെന്ന്? അത് റസൂലുള്ള പറഞ്ഞതാണ്. എന്നാ പിന്നെ ഞാൻ ഉസ്താദിനൊന്ന് കണ്ടു തരട്ടെ. അല്ല ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാഹി. പിന്നെ ഉസ്താദിനൊന്ന് കാണാൻ പോയത് നല്ലതല്ല. അതാണ് കുറച്ചൊരു ബുദ്ധി സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്കൊക്കെ വേണം. നമ്മളിത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ നമ്മളെ ഈമാൻ അയിമൽ കുറഞ്ഞു പോരാ, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തി പോരാ. നമ്മളവിടുന്ന് ഒരു പീടിയിൽ നിന്ന് കുട്ടികൾ തമ്മിൽ ഭയങ്കര തർക്കം. അപ്പൊ അവിടെ ഒരു അറബി മുൻഷി ജോലിക്ക് വന്നു. എല്ലാ മുൻഷികളും തന്നെ ഞാൻ പറഞ്ഞു, അവിടെ വന്നൊരാൾ
ഭയങ്കര തർക്കം. അപ്പൊ ഒരു കുട്ടം ചെയ്യും, ഇതെന്താണോ അവിടെ പറ്റിയ ഒച്ചപ്പാടുണ്ടാക്കണം, ഒന്നുമില്ല ഉസ്താദ്, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്തേനും? അതിപ്പോ ഒരു അറബി മാസ്റ്റർ വന്നിട്ടുണ്ട്, അയാൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നത്? മന്ത്രിച്ചാ പ്രതിഫലല്ല എന്ന് അയാൾ പറഞ്ഞു. മന്ത്രിച്ചിട്ടൊരു കാര്യമില്ല. അത് നീ എന്ത് പറഞ്ഞത്? ഞാൻ വേറോട് ഉസ്താദിന്റെ വേറെ കേട്ടതെല്ലാം പറഞ്ഞു, അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ചെയ്യുക, അയാളെ കയ്യെത്താത്ത ദൂരത്തേക്ക് ഇങ്ങോട്ട് നിൽക്കുക, എന്നിട്ട് കുറച്ചേരം അങ്ങ് മന്ത്രിച്ചു കൊടുക്കുക. എന്താ മന്ത്രിക്കണമെന്ന്? ഇയാളെ വഹാബി വാച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, ചീത്ത പറഞ്ഞ് മന്ത്രിക്കാൻ എല്ലാവർക്കും അറിയും. തമ്മ തെറ്റാ എന്താ മന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവൻ കുറച്ച് വിട്ട് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങി മന്ദിരം. വേണ്ടാത്ത മലയാളാണ് മന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ആൾക്ക് ഇങ്ങനെ റൈസായിട്ട് ഇയാളെ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് ആള് ഇളകി. ഇപ്പൊ ഞാൻ ചീത്ത പറഞ്ഞ് മന്ത്രിച്ചാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആയത്തിൽ കുറിച്ച് ചോദ്യം എങ്ങനെ ഉണ്ടാവും? ചീത്ത പറഞ്ഞ് മന്ത്രിച്ചാൽ ഇളകൂലേ? പിന്നെ നല്ലത് പറഞ്ഞ് മന്ത്രിച്ചാൽ പറയാനുണ്ടോ? ഞാൻ പറയുന്നത് നമ്മക്ക് കിതാബോധ്യ വിവരം കുറവാണെങ്കിൽ മറ്റുള്ള കുറെ സംഗതി നമ്മളെടുത്തില്ലേ. അല്ലാഹു صلي وسلم دائما أبدا على حبيبك خير الخلق كل